എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ CPIM-നെ പ്രതിക്കൂട്ടിലാക്കിയ അയൽവാസിയായ യുവതിയുടെ വെളിപ്പെടുത്തൽ. പ്രദേശത്തു നിന്ന് നേരത്തെയും ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന പ്രദേശവാസിയായ സീന. സംഭവത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി കെ സുധാകരൻ. മരണത്തിൽ ലഘൂകരിച്ച സുധാകരന്റെ പ്രസ്താവനയും വിവാദത്തിൽ. കണ്ണൂരിൽ പോലീസിന്റെ വ്യാപകമായ പരിശോധന. എരഞ്ഞോളി സ്ഫോടനത്തിൽ വേലായുധൻ കൊല്ലപ്പെട്ട പ്രദേശത്ത് നേരത്തെയും ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസിനെ അറിയിക്കാതെ പാർട്ടി പ്രവർത്തകർ തന്നെ ഇത് മാറ്റുകയായിരുന്നുവെന്നും ആരോപിച്ച് അയൽവാസി സീന രംഗത്തെത്തി. പേടിച്ചിട്ടാണ് ആരും തുറന്നു പറയാത്തതെന്നും തങ്ങൾക്കും ജീവിക്കണമെന്നും സീന പറഞ്ഞു. ഇതാരും പേടിക്കണ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. ശരി, ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ശരി, ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും, ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല. മുഖ്യമന്ത്രിയെയും പോലീസിനെയും കുറ്റപ്പെടുത്തിയായിരുന്നു KPCC അധ്യക്ഷൻ കെ സുധാകരന്റെയും നിയുക്ത വടകര MP ഷാഫി പറമ്പിലിന്റെയും പ്രതികരണങ്ങൾ. മുഖ്യമന്ത്രി വിവരം കേട്ടവനെന്നും എത്ര പേരെ വെട്ടിയും വെടിവെച്ചും കൊന്നിട്ടുണ്ടെന്നും സുധാകരൻ ചോദിച്ചു. DCC ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചിട്ടില്ലെന്നും CPIM ഓഫീസിൽ നിന്നാണ് ബോംബ് പിടിച്ചതെന്നും സുധാകരൻ പറഞ്ഞു. ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ? അവൻ വെട്ടിക്കൊന്ന ആളെത്രയാ, അവൻ വെടിവെച്ച് കൊന്ന ആളെത്രയാ, അവൻ ബോംബെറിഞ്ഞ് കൊന്ന ആളെത്രയാ? പറയണ ആളുകളെ പേര് ഇനിയും? മത്സരിക്കുന്ന കാലം മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ? എത്ര ആളുകളെ കൊന്നു? കെ സുധാകരൻ ആ റെക്കോർഡില്ല. കണ്ണൂരിൽ നടക്കുന്ന ബോംബ് സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം പോലീസിനെന്ന് ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. ഇത്തരം കേസുകളിൽ പോലീസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. എരഞ്ഞോളിയിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമാണ്. മൈനുകൾ കുഴിച്ചിടുന്നതുപോലെ ബോംബുകൾ കണ്ടെത്താൻ കണ്ണൂർ യുദ്ധഭൂമിയാണോ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. ഇതൊരു സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടല്ലേ? യുദ്ധഭൂമിയിലും മൈനുള്ളതുപോലെ ഈ ഗ്രാമങ്ങളിൽ എന്തിനാ ബോംബ്? ജനത അത് ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇപ്പൊ സമാധാനം ആഗ്രഹിക്കുന്ന ജനതയുടെ മേലെ ബോംബ് അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് ബോംബും ബോംബിന്റെ രാഷ്ട്രീയവും. അതിൽ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി മുഴുവൻ പാർട്ടിക്കാർ വന്നിട്ട് പൊട്ടിത്തെറിച്ച് മരിച്ചിട്ട് പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ആളുകൾ ഇതിന് ഏറ്റെടുക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷെ ഒരു കാര്യം, പോലീസ് ആക്ട് ചെയ്യണം. എരഞ്ഞോളിയിലെ മരണത്തെ ലഘൂകരിച്ച് കെ സുധാകരൻ ഇന്നു നടത്തിയ പ്രസ്താവനയും അതിനിടെ വിവാദമായി. ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, പൊട്ടി കുറച്ച് കഴിയട്ടെ, എന്നിട്ട് നിങ്ങളെ കാണാം. വൃദ്ധനല്ലേ മരിച്ചിട്ടില്ലല്ലോ. അതിനിടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് വ്യാപകമായ റെയ്ഡ് നടത്തി. തലശ്ശേരി, പാനൂർ, ചോക്ലി മേഖലകളിലായിരുന്നു റെയ്ഡ്. ആൾപ്പാർപ്പില്ലാത്ത കെട്ടിടങ്ങൾ, ഒഴിഞ്ഞ പറമ്പുകൾ, ഇടവഴികൾ തുടങ്ങിയ ഇടങ്ങളിലായിരുന്നു റെയ്ഡ്. ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ മൃതദേഹം ഉച്ചയോടെ സംസ്കരിച്ചു. ന്യൂസ് മലയാളം, കണ്ണൂർ.